എടാ ഒന്നെങ്കിൽ ഞാൻ അവിടെ ആഗ്രഹം ഉണ്ടാ നിൽക്കണ്ടേ. അത് നല്ല രീതിക്കുള്ളൊരു കുഴിയാണ്. അണ്ടർവെല്ലി വരഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവൻ ഫ്രണ്ടിൽ പോയി, നമ്മളും ഇതാ പോകുന്നു. ഇവിടുന്നൊക്കെ ഒരു പോക്ക് പോയി കഴിയാണ്ടല്ലോ, അത് അങ്ങ് പോകും. ഇവിടാണ് ജീപ്പ് വന്നെന്ന് ഞാൻ പറഞ്ഞത്. ഇച്ചിരി പിടിച്ച് എൻ്റെ പിന്നെ ABS കൂടെ ആയതുകൊണ്ട് നല്ല സുഖമായിരിക്കും അല്ലേടാ. ഓ സീനെ ഞാൻ പെട്ടടാ, ഇതില് വഴിയില്ലടാ. എനിക്ക് വരാം. അവൻ ഇറങ്ങിപ്പോയി, ഞാനാണ് പെട്ടത്. വണ്ടി ഓഫായി പോയി. എടാ ഒന്നെങ്കിൽ ഞാൻ അവിടെ ഇച്ചിരി സീനാണ്. വണ്ടി ഇപ്പം തന്നെ ക്രോസാ നിൽക്കുന്നത്. നോക്കി ഇറക്കിയില്ല, അങ്ങോട്ടൊക്കെ കുഴിന്നൊക്കെ പറഞ്ഞ ഒരു നല്ല രീതിക്കുള്ള കുഴിയാണ്. അയ്യോ എടാ പോയടാ മാറ്റിക്കോടാ. എടാ നിക്കത്തില്ലടാ, പോടാ. വണ്ടി നിക്കുന്നില്ല. എടാ ആഗ്രഹം ഉണ്ടാ നിക്കണ്ടേ. എടാ എന്റെ വണ്ടി നിന്നു പോയടാ. അയ്യോ എന്റെ പൊന്ന്, അങ്ങനെ നമ്മള് താഴെ ഇറക്കി. അതുകൊണ്ടോ ആ വളവിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോയിരുന്നെങ്കിൽ അങ്ങ് പോയേനെ. എങ്ങനെയൊക്കെ ഒരു ഇത് താഴെ ഇറക്കി. അവൻ്റെ പുല്ല് കച്ചവടത്തിന് പോവാന്ന് തോന്നുന്നു. താഴെ ചെന്ന് ചൂലുണ്ടാക്കാനാന്ന് തോന്നുന്നു. കുറെ പുല്ലൊക്കെ പറിച്ചോണ്ട് പോകുന്നുണ്ട്. അയ്യോ ഗായ്സ് ഒന്നും പറയണ്ട. പക്ഷെ ഇവിടത്തെയൊക്കെ ഒരു ഭംഗിയൊക്കെ ഇപ്പൊ അവിടെ പോയിരുന്നേ തീർന്നു കൂട്ടിയാൽ മതി കേട്ടോ. എന്താ ഭാഗ്യത്തിന് പോയി വണ്ടി പിടിച്ചിട്ടൊന്നും നിൽക്കുന്നേ ഇല്ലായിരുന്നു. ഒക്കെ അല്ലേ ഒരു രസം. അവിടെ
നല്ല രീതിക്ക് ഇപ്പോൾ കാറ്റും ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതിലേക്ക് പോകുന്ന നല്ല രീതിക്ക് റിസ്ക്കാണ് കേട്ടോ. കാരണം ഈ ഒന്നാമത്തെ കേസ് മൊത്തം പുല്ലായതുകൊണ്ട് വണ്ടി നിൽക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കത്തേ ഇല്ല. അങ്ങനൊരു സീനുണ്ട്. ഈ മണ്ണൊക്കെ നോക്കിയാൽ ഒരു ഒട്ടും കട്ടിയില്ലാത്ത ടൈപ്പ് ഒരു മണ്ണാണ്. നിങ്ങൾ ഫസ്റ്റ് കിട്ടിയത് കണ്ടാലറിയാം. അപ്പോൾ കയറി വരുന്ന മൊത്തം കറങ്ങിയാണ് കയറി വരുന്നത്. ഇതിലേക്ക് എങ്ങനെ കയറി വന്നെന്ന് ഇപ്പോഴും അറിയത്തില്ല. അവൻ്റെ കാലെങ്ങാണ്ട് എന്തിനെട്ടോ തന്നെ ഇടിച്ചിട്ടുണ്ട്. ഒന്നുമായി ഇവിടെ നിന്നൊരു ചേട്ടൻ പണിയെടുക്കുന്നുണ്ടായിരുന്നു. പുള്ളി ആ ഓസ് എനിക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വെട്ടി കയറ്റി ഇടുമായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് മാറ്റുമായിരുന്നു. എന്തോ ഒരു പരിപാടി ചെയ്യുമായിരുന്നു, അറിയത്തില്ല. അപ്പോൾ കൈയെല്ലാം ഫുള്ള് മുറിഞ്ഞു കേട്ടോ. ഈ പുല്ല് കൊണ്ട് ഫുള്ള് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ അടിയൊക്കെ തട്ടിയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഗായ്സ്, രണ്ടാമത്തെ മലയിൽ നമ്മൾ ഇറങ്ങി. ആദ്യത്തെ മല ആ കാടിന് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഈ മലയിൽ നിന്ന് അവിടെ ചെല്ലണം എന്ന് തോന്നുന്നു. നോക്കട്ടെ. ആ ഗായ്സ്, അവിടെയും കൂടെ ചെല്ലണം. നമ്മൾ അവസാനത്തെ ഇതും കൂടെ ഇറങ്ങുകയാണ്. എന്നാടാ എടാ, ഫോണാണോ? റെക്കോർഡിംഗ് ആണോ? ഇറക്കിയോണ്ട് നല്ല രീതിക്കുള്ളൊരു കുഴിയാണ്. ഇല്ലടാ, തട്ടത്തില്ല. പോട്ടെ. ആ ഇത് ഇച്ചിരി ടാസ്ക്കാണ്. ഇതിൻ്റെ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. അണ്ടർബെല്ലിയും കൂടെ ഇരിക്കുന്നു. ഓ, കാര്യം തട്ടിയില്ല. അയ്യോ, വണ്ടി നിൽക്കുന്നില്ല കേട്ടോ. മാറാ
എടാ നിക്കുന്നില്ലടാ. ഇത്തിരി സീനായിരുന്നു അവിടെ. പുറകെ ടയറ് ഫുള്ള് നിരങ്ങിയാണ് ഇറങ്ങിയത്. അവിടെ ഇച്ചിരി സീനാണെന്ന് തോന്നുന്നു. വേട്ടെ ഗൈസ് അവനെ ഇറങ്ങുന്നുണ്ട്. ഭയങ്കര അതെ. പോട്ടെ ഈ തട്ടത്തില്ല പോട്ടെ. കുറച്ചുകൂടെ അങ്ങോട്ട് ചേർത്തെടുത്തോ. ഓ അണ്ടർവെല്ലി വരഞ്ഞു കുത്തി. അടി നമ്മള് വിചാരിക്കുന്നതല്ല, ഭയങ്കര ടഫാണ് കേട്ടോ ഇതിലിറക്കാൻ. പിന്നെയും ടാസ്ക്കാണ്. പോയി പോട്ടറാ നമ്മളങ്ങനെ അതും കീഴടക്കി.